So here we are discussing about laser and electron beam welding. We can start with the laser beam welding. So laser എന്ന് പറയുന്നത് നമുക്കറിയാം ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ ദി സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ് ലേസർ എന്ന് പറയുന്നത്. സോ മെയിൻലി ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഹീറ്റ് എനർജി. അതാണ് നമ്മൾ ഇവിടുത്തെ ഈ ഒരു ലേസർ ബീം വെൽഡിങ്ങിനെ കൊണ്ടുള്ള ഉപയോഗം. So light energy is produced from the laser source like ruby rod form a monochromatic light. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു റൂബി റോഡ് ഉണ്ട്. സോ ഈ റൂബി റോഡിൽ നിന്നുണ്ടാക്കുന്ന ലൈറ്റ് എനർജിയാണ് നമ്മൾ ലേസർ ലൈറ്റ് ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. സോ ആ പുറത്തേക്ക് വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ്. സോ എന്താണ് റൂബി റോഡ്? സോ റൂബി റോഡ് എന്ന് പറയുന്നത് ഒരു അലൂമിനിയം ഓക്സൈഡ് ആയിട്ടുള്ള റോഡാണ്. റീപ്ലേസിങ് അലൂമിനിയം ആറ്റംസ് ബൈ ക്രോമിയം. അതായത് അലൂമിനിയം ആറ്റംസിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു, എന്നിട്ട് അവിടെ ക്രോമിയം കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ റൂബി റോഡ് ആവുന്നത്. സോ നമ്മുടെ ലേസർ ബീം വെൽഡിങ്ങിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് റൂബി റോഡിൻ്റെ പ്രവർത്തനമാണ്. സോ ഈ കാണുന്ന റൂബി റോഡിൻ്റെ വൺ എൻഡ് എന്ന് പറയുന്നത് ഫുള്ളി സിൽവേർഡ് ആയിട്ടുള്ള ഒരു മിററാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് പാർഷ്യലി സിൽവേർഡ് ആയിട്ടുള്ള മിററാണ്. സോ ഇൻ ബിറ്റ്വീൻ ഇതിലിരിക്കുന്നതാണ് ഈ റൂബി റോഡ്. സോ ഈ റൂബി റോഡിൻ്റെ പുറത്തുകൂടെ നമ്മൾ ഒരു ഫ്ലാഷസ് കൊടുക്കാൻ വേണ്ടി ഒരു ഫ്ലാഷ് ട്യൂബ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ലേസർ ലൈറ്റിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ റൂബി റോഡുണ്ട്. സോ റൂബി റോഡിൻ്റെ വൺ എൻഡ് എന്ന് പറയുന്ന ഒരു മിററാണ്. ആ മിറർ എന്ന് പറയുന്നത് ഫുള്ളി സിൽവേർഡ് ആയിട്ടുള്ള ഒരു മിററാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ളതും ഒരു മിറർ തന്നെയാണ്. അത് പാർഷ്യലി സിൽവേർഡ് ആയിട്ടുള്ള മിററാണ്. സോ ഓവർ ദി റൂബി റോഡ് ഒരു സെനോൺ ഫ്ലാഷ് ട്യൂബ് എന്ത് ചെയ്തിരിക്കുകയാണ്, അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് കണക്ട് ചെയ്തിട്ടുണ്ട് ഫോർ പവർ സപ്ലൈ. ഇത് ഫ്ലാഷ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ലൈറ്റ് എനർജി റൂബി റോഡിനകത്തോട്ട് എൻ്റർ ആവുന്നത്. സോ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെയിൻ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈറ്റ് ഫ്ലാഷ് ആവുന്നു എങ്ങോട്ടേക്ക്, റൂബി റോഡിലോട്ട്. സോ ലൈറ്റ് എനർജി ആണ് നമ്മൾ അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. അതായത് ഇൻസൈഡ് ദ റൂബി റോഡിലെ ആറ്റംസ് ഈ ഒരു ഫ്ലാഷസ് എത്തുമ്പോഴേക്കും, അതായത് ലൈറ്റ് അതിനകത്തേക്ക് ഇഞ്ചെക്റ്റ് ആകുമ്പോഴേക്കും ഇൻസൈഡ് ദ റൂബി റോഡിലെ ആറ്റംസ് എക്സൈറ്റഡ് ആവും. സോ അങ്ങനെ എക്സൈറ്റഡ് ആവുന്ന ആറ്റംസിൽ നിന്ന് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും. സോ ഈ മോസ്റ്റ് ഓഫ് ദ ഫോട്ടോൺസ് എന്നിട്ട് അത് മൂവ് ചെയ്യുന്നത് ഈ റൂബി റോഡിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ആക്സിസ് ലൈൻ പാസ് ചെയ്യുന്നുണ്ട്, ഒരു ഇമാജിനറി ആക്സിസ് ലൈൻ. സോ ആക്സിസ് ലൈനിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണോ അതേ ഡയറക്ഷനിൽ തന്നെ ഇതിനകത്തുള്ള ആറ്റംസിൽ നിന്ന് എമിറ്റ് ചെയ്ത ഫോട്ടോൺസും ട്രാവൽ ചെയ്യും. സോ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഫോട്ടോൺസ് നമ്മുടെ മിററിൽ വന്ന് ഹിറ്റ് ചെയ്ത് അത് ബൗൺസ് ചെയ്യും. സോ ഇങ്ങനെ ബൗൺസ് ചെയ്യുന്ന ഫോട്ടോൺസ് വീണ്ടും മറ്റുള്ള ആറ്റംസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുമ്പോഴാണ് ഇതിൽ നിന്നും നമ്മുടെ ലൈറ്റ് പുറത്തേക്ക് വരുന്നത്. സോ ആ ലൈറ്റ് പുറത്തേക്ക് വരാൻ ഏക മാർഗം എന്ന് പറയുന്നത് പാർഷ്യലി സിൽവേർഡ് ആയിട്ടുള്ള എൻഡിലൂടെ മാത്രമാണ്. സോ ഫ്ലാഷസ്, അതായത് സെനോൺ ഫ്ലാഷ് ലാമ്പ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. ആ ലൈറ്റ് എമിറ്റ് ചെയ്യുമ്പോൾ അത് ഈ റൂബി റോഡിലോട്ട് എൻ്റർ ആവുന്നു. അതിനകത്തുള്ള ആറ്റംസിനെ ഇതെന്ത് ചെയ്യുന്നു, എക്സൈറ്റ് ചെയ്യിക്കുന്നു. അങ്ങനെ എക്സൈറ്റ് ചെയ്യിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നു ആറ്റംസ്. ആ ഫോട്ടോൺസ് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ആക്സിസിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണോ അതിന് പാരലായിട്ട് തന്നെ മൂവ് ചെയ്യുന്നു. അപ്പം ഈ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിനകത്തുള്ള മറ്റ് ആറ്റംസിനെയും കൂടെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ഈ ഫോട്ടോൺസ്. അങ്ങനെ ഈ ഫോട്ടോൺസ് ആ ക്രിസ്റ്റലിൽ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സ്റ്റിമുലേഷനിലൂടെയാണ് മറ്റുള്ള ആറ്റംസും അത് സ്റ്റിമുലേറ്റ് ആവുകയും അതുപോലെ തന്നെ അതിലൂടെ ഒരു മോണോക്രോമാറ്റിക് സിംഗിൾ ഫേസ് ആയിട്ടുള്ള ഒരു ലൈറ്റ് പുറത്തേക്ക് വരുന്നത്. അതാണ് നമ്മുടെ ലേസർ ബീം എന്ന് പറയുന്നത്. സോ ഈ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിലാണ് നമ്മൾ ലേസർ ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മളൊരു വെൽഡിംഗ് പർപ്പസിന് വേണ്ടി അത് ഉപയോഗിക്കുന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. എങ്കിലും അതിൻ്റെ പ്രവർത്തനം നമുക്കൊന്നുകൂടെ നോക്കാം. So due to the electrical discharge from the capacitor അല്ലെങ്കിൽ power supply, the flash tube convert the electrical energy into light flashes, and these atoms inside the ruby rod excited and emits photons, and the most of the photons move in the direction parallel to the axis of ruby rod and bounce back from the mirror. അതാണ് നമ്മൾ ആ ദൃശ്യത്തിൽ കണ്ടിരുന്നത്. സോ ദീസ് ഫോട്ടോൺസ്, അതായത് ആറ്റംസിൽ നിന്ന് എമിറ്റ് ആയ ഫോട്ടോൺസ്, അത് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ആക്സിസിൻ്റെ പാരലായിട്ട് തന്നെയായിരിക്കും. So these photons passes through the crystal and it stimulates the emission in other atoms.
അത് അടുത്ത വീണ്ടും ഫോട്ടോൺസിനെ എന്ത് ചെയ്യുന്നു, എമിറ്റ് ചെയ്യിപ്പിക്കുന്നു. സോ ദീസ് ഫോട്ടോൺസ് കം ഔട്ട് ത്രൂ ദി പാർഷ്യലി സിൽവേർഡ് മിറർ ആസ് എ മോണോക്രോമാറ്റിക് സിംഗിൾ ഫേസ്. അങ്ങനെയാണ് ആ ലേസർ ബീം നമുക്ക് പുറത്തേക്ക് വരുന്നത് ആ റൂബി റോഡിൽ നിന്ന്. ഇനി എങ്ങനെയാണ് നമ്മളൊരു വെൽഡിംഗ് പർപ്പസിന് വേണ്ടി അത് ഉപയോഗിക്കുന്നത്? സോ റൂബി റോഡ്, അതിൻ്റെ പുറത്തൂടെ പോകുന്ന സെനോൺ ഫ്ലാഷ് ട്യൂബ്, നമ്മൾ അതിനെ ഒരു ചേംബറിലാക്കിയിരിക്കുകയാണ്. ഇവിടെ നിന്നും പുറത്തേക്ക് വരുന്ന ലേസർ ബീം, ആ ലേസർ ബീമിനെ വെൽഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്കൊരു സർട്ടൻ പോയിന്റിലേക്ക് എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യിപ്പിക്കണം. അങ്ങനെ ഫോക്കസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫോക്കസിങ് ലെൻസ് ഇവിടെ കൊടുക്കുകയാണ്. സോ നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, വെൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ മെറ്റൽ പീസിൻ്റെ ഏത് പോർഷനിലാണോ വെൽഡ് ചെയ്യേണ്ടത് ആ പോർഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലേസർ ബീമിനെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ആ ഫോക്കസ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആ പോയിന്റിൽ മാത്രം ഒരു ഹീറ്റ് എനർജി ഉണ്ടാവുകയാണ്. സോ it will convert light energy to heat energy. First of all ഇതൊരു ഇലക്ട്രിക്കൽ ആയിരുന്നു. ഇലക്ട്രിക്കൽ എനർജി മൂലമാണ് നമ്മൾ ഒരു ലൈറ്റിലേക്ക് എത്തിച്ചത്. ആ ലൈറ്റ് എനർജിയെ നമ്മൾ വീണ്ടും എന്തൊക്കെ മാറ്റുന്നു, നമ്മൾ നമ്മുടെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുകയാണ്. അതായത് ഹീറ്റ് എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നു. സോ അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു പോയിന്റിന്റെ പോർഷൻസ് എന്താവും, മെൽറ്റ് ആവും. അങ്ങനെ മെൽറ്റ് ചെയ്തത് ഫ്യൂഷൻ വെൽഡിങ് എന്നുള്ളൊരു പർപ്പസിലേക്ക് വരും. അപ്പം എക്സാമിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ളൊരു ഇമേജ്, ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ബാക്കി സ്റ്റെപ്സ് ആയിട്ട് തന്നെ എഴുതിയാൽ മതി. സോ ബാക്കി പോയിന്റ് എന്ന് പറയുന്നത്, ലേസർ ലൈറ്റ് ഈസ് ഫോക്കസ്ഡ് ബൈ ദി ഫോക്കസിംഗ് ലെൻസ് ടു ദി വർക്ക് പീസ് ഇൻ ദ ഫോം ഓഫ് എ coherent monochromatic light, and when this light energy is impacted to the workpiece, it will convert into heat energy. ഈ ഹീറ്റ് എനർജി മൂലമാണ് നമ്മൾ ആ വെൽഡിങ് ചെയ്യുന്നത്. സോ ദിസ് ഹീറ്റ് എനർജി ഈസ് സഫിഷ്യൻറ്റ് ടു മെൽറ്റ് ദ മെറ്റീരിയൽ ടു ബി വെൽഡഡ്. പലതരം ലേസറുകളുണ്ട്. റൂബി ലേസർ ഒരു വൺ ഓഫ് ദി എക്സാമ്പിൾ ആണ് നമ്മുടെ ലേസർ ബീം, അതായത് ലേസർ വെൽഡിങ്ങിൻ്റെ. അത് ലിക്വിഡ് ലേസർ ഉണ്ട്, ഗ്യാസ് ലേസർ ഉണ്ട്, അതുപോലെ തന്നെ സെമി കണ്ടക്ടർ ലേസറുകളുണ്ട്. മെയിൻലി നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ഡിസ്കസ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ റൂബി റോഡിനെ വെച്ചിട്ടുള്ളതാണ്. സോ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഗ്ലാസ് ആൻഡ് പ്ലാസ്റ്റിക്സ്. ദർ ഈസ് നോ നീഡ് ഓഫ് ഇലക്ട്രോഡ്സ് ആൻഡ് പവർ. നമ്മൾ ആർക്ക് വെൽഡിങ് കാണുമ്പോൾ അതിൽ ഇലക്ട്രോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം നമ്മുടെ ലേസർ വെൽഡിങ്ങിൽ വരുന്നില്ല. ഈവൻ വെരി സ്മോൾ ഹോൾസ് ക്യാൻ ബി വെൽഡഡ് and there is no vacuum requirement like electron beam. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. Accuracy is greater and there is no heat loss. Neat and clear surface finish can be obtained. And what are the disadvantages? Okay, welding process is slow and limited depth of weld can be done. It is not suitable for large production. ആർക്ക് വെൽഡിംഗ് പോലെ അല്ലെങ്കിൽ ടിഗ് വെൽഡിംഗ് പോലൊക്കെ നമുക്ക് ലാർജ് പ്രൊഡക്ഷന് വേണ്ടി അങ്ങനെ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ രീതിയിലുള്ള വെൽഡിംഗ് എന്ന് പറയുന്നത്. And what are the applications? Thin metals about 0.5 to 1.5 mm thick can be welded. അതിൻ്റെ റേഞ്ച് ആണ് അവർ പറയുന്നത്. It is very much useful in electronic components welding. ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെ വെൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. Also used in aircraft component joining and it can join dissimilar metals. It is very much useful in joining metal alloys. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ആണ്. സോ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ബീം ഓഫ് ഇലക്ട്രോൺ ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് മെൽറ്റിംഗ് ദി വർക്ക് പീസ് ടു ബി വെൽഡഡ്. സോ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ലേസർ വെൽഡിങ്ങിൽ നമ്മൾ ലൈറ്റ് ആണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ ആണ് മെയിൻ ആയിട്ടുള്ളൊരു ഫങ്ഷൻ ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ആ ഇലക്ട്രോണിനെ കൊണ്ട് നമ്മൾ വെൽഡിങ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഒരു ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോൺ ഗണ്ണിലൂടെയാണ്. ഇറ്റ്സ് എ കാഥോഡ് ട്യൂബ് ആൻഡ് അതൊരു ടങ്സ്റ്റൻ ഫിലമെൻ്റ് ആണ്. സോ ഈ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കാഥോഡ് എന്നുള്ളൊരു പോർഷൻ കാണാം. ഈ കാണുന്ന ഫിലമെൻ്റ് എന്ന് പറയുന്നത് ടങ്സ്റ്റൻ ഫിലമെൻ്റ് ആണ്. വെൻ ടങ്സ്റ്റൻ ഫിലമെൻ്റ് ഈസ് ഇലക്ട്രിക്കലി ഹീറ്റഡ് ഇൻ വാക്വം ആൻഡ് ഇറ്റ് വിൽ എമിറ്റ് ദ ഇലക്ട്രോൺസ്. ഓക്കെ, ആ ഒരു വാക്വത്തിലാണ് അതെന്ത് ചെയ്യുന്നത്, നമ്മൾ ഇലക്ട്രിക്കലി ഹീറ്റ് ചെയ്യിപ്പിക്കുന്നത്. സോ അവിടെ നിന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. സോ ഇങ്ങനെ ടങ്സ്റ്റൻ ഫിലമെൻറ്റിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് നേരെ പാസ് ചെയ്ത് പോകുന്നത് ആനോഡിലൂടെയാണ്. അതായത് ദീസ് ഇലക്ട്രോൺസ് ക്യാരി എ നെഗറ്റീവ് ചാർജ് വിച്ച് ഈസ് പാസ്ഡ് ത്രൂ ആനോഡ് ഹോൾ. അപ്പോൾ അത് കാഥോഡിൽ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസ്, ആ ഇലക്ട്രോൺസ് പിന്നീട് നമ്മൾ അതിനൊരു നെഗറ്റീവ് ചാർജ് ഉണ്ട് ആ ഇലക്ട്രോൺസിന്. എവിടെ നിന്നും, കാഥോഡിൽ നിന്നും എമിറ്റ് ചെയ്ത ഇലക്ട്രോൺസിന് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ആ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസിനെ പിന്നെ നമ്മൾ ആനോഡ് ഹോളിലൂടെ എന്ത് ചെയ്യുകയാണ്, കടത്തി വിടുകയാണ്. സോ ഈ ഒരു എക്സ്പെരിമെന്റിൽ രണ്ട് സെറ്റപ്പ് കാണിച്ചിട്ടുണ്ട്. ഒന്ന് വാക്വം ഉണ്ട്, ഒന്ന് അറ്റ്മോസ്ഫിയറും ഉണ്ട്. വാക്വം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ചേംബറിനകത്ത് വെച്ച് ഈ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു,
ഈ വെൽഡിംഗ് പ്രോസസ്സ് നടത്തുന്നു. സോ അങ്ങനെ ഒരു ചേമ്പറിനുള്ളിൽ വെച്ച് നമ്മൾ ആ പ്രോസസ്സ് നടത്തുമ്പം എയറുമായിട്ടുള്ള അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക്കുമായിട്ടുള്ള ഒരു കോണ്ടാക്ട്ലെസ് ആണ് ഇവിടെ വരുന്നത്. സോ എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും ഇതിനെ ബാധിക്കത്തില്ല. സോ അതിന്റെ എഫിഷ്യൻസി കൂട്ടാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വാക്വം രീതിയിലുള്ളത് ചെയ്യുന്നത്. പിന്നെ അറ്റ്മോസ്ഫിയറിക് ആയിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ടും അത് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള അറേഞ്ച്മെന്റ് നമുക്ക് വേണ്ടി വരും. ഈ ഒരു പ്രോസസ്സിനുള്ള ഒരു ചേമ്പർ സെറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് വ്യത്യാസം. കോമൺലി ആയിട്ട് കുറച്ച് മെറ്റീരിയൽസ് അല്ലെങ്കിൽ കുറച്ച് കമ്പോണൻസ് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഫിലമെന്റ് ആണ്, അതാണ് നമ്മുടെ കാഥോഡിന്റെ അവിടെ ഇരിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ആനോഡ് ഉണ്ട്. പിന്നെ ഈ കടന്നു വരുന്ന ഇലക്ട്രോണിനെ നമുക്ക് എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യിപ്പിക്കണം. നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് വെൽഡിങ്ങിന് വേണ്ടിയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. സോ അത് ഫോക്കസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഫോക്കസിങ് കോയിലുണ്ട്. പിന്നെ അതിന്റെ വാക്വം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാനിപ്പുലേറ്റർ ഉണ്ടാവും. അതായത് മാനിപ്പുലേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ആ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം വർക്ക് പീസിന്റെ ഏത് പോർഷനിലാണോ വെൽഡ് ചെയ്യേണ്ടത് ആ പോർഷൻ നമുക്ക് കൃത്യമായി ആ ബീമിന്റെ അവിടെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാനിപ്പുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് അതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ പവർ സപ്ലൈ ഈസ് പ്രൊവൈഡഡ് ടു ദി നെഗറ്റീവ് ചാർജ് കാഥോഡ് ട്യൂബ്. ദ കാഥോഡ് ഹീറ്റ് ആൻഡ് ജനറേറ്റ് ഇലക്ട്രോൺസ്. അതാണ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞത്. നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്ന ഇലക്ട്രോൺസ് നമ്മൾ ആനോഡിലൂടെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇവിടെയാണ് കാഥോഡ്. അതൊരു ടങ്സ്റ്റൻ ഫിലമെന്റ് ആണ്. അപ്പോൾ ഏകദേശം ഒരു 2500 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ ഒരു പോർഷനെ എപ്പോഴും ഹീറ്റ് ചെയ്ത് നിർത്തുന്നത്. കാരണം എന്തിനാണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഒരു സിംഗിൾ പർപ്പസിന് വേണ്ടി മാത്രമല്ല, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഇത്, അല്ലെ വെൽഡിങ് എന്ന് പറയുന്നത്. സോ ആ ഒരു കണ്ടിന്യൂസ് ഫോമിൽ ഇലക്ട്രോൺസിനെ നമുക്ക് സപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഒരു ഫിലമെന്റ് ഇരിക്കുന്ന ചേമ്പറിനകത്ത് ഒരു ടെമ്പറേച്ചർ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. സോ അവർ പറയുന്നത് ഒരു 2500 ഡിഗ്രി സെൽഷ്യസ് ആണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. So we need to increase the velocity of electrons for the welding process. അതെ, നമുക്ക് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യണം, ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യണം. അതേപോലെ തന്നെ ആ ഇലക്ട്രോൺസിനെ ആക്സിലറേറ്റ് ചെയ്യാനും കൂടെ കഴിയണം. സോ അങ്ങനെ ഇതിപ്പോൾ നെഗറ്റീവ് ആണ് കാഥോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ഇതിനെ ഒരു പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആനോഡിലേക്ക്. സോ ആനോഡിലൂടെ കടന്നു വരുന്ന ഈ ഇലക്ട്രോൺസിനെ നമുക്കൊന്ന് എന്ത് ചെയ്യണം, ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കണം. സോ അതിനുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ അടുത്ത് കാണുന്നത്. ഡ്യൂ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആനോഡ് ആൻഡ് കാഥോഡ് ടെർമിനൽ. അതാണ് ഞാൻ പറഞ്ഞത്, കാഥോഡ് നെഗറ്റീവ് ടെർമിനലും ആനോഡ് പോസിറ്റീവ് ടെർമിനലുമാണ്. സോ പവർ സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ ഡ്യൂ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആനോഡ് ആൻഡ് കാഥോഡ് ടെർമിനൽ, ദ ആനോഡ് വിൽ ആക്സിലറേറ്റ് ഇലക്ട്രോൺസ് കമ്മിങ് ഫ്രം കാഥോഡ് ആൻഡ് ഫോം ആൻ ഇലക്ട്രോൺ ജെറ്റ്. സോ കാഥോഡ് ഫിലമെന്റ്, അതായത് ടങ്സ്റ്റൻ ഫിലമെന്റിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്ന ഇലക്ട്രോൺസ് നമ്മുടെ ആനോഡിലൂടെ പാസ് ചെയ്തു പോകുന്നു. സോ ആനോഡ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു എ പോസിറ്റീവ് ആൻഡ് കാഥോഡ് ഈസ് നെഗറ്റീവ്. സോ ഡ്യൂ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ടെർമിനൽസ്, അവിടെ നിന്നും കടന്നു വരുന്ന ഇലക്ട്രോൺസിന് എന്ത് പറ്റും, ഇതിനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിച്ചു. സോ ആനോഡ് പോസിറ്റീവ് പോൾ വിച്ച് ആക്സിലറേറ്റ് ഹൈ വെലോസിറ്റി ഇലക്ട്രോൺസ് വിൽ ഡൈവേർജ് ആഫ്റ്റർ പാസിംഗ് ആനോഡ് ഹോൾ. അപ്പോൾ ആനോഡ് ഹോൾ പാസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് ഡൈവേർജ് ആയി ഇതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് ആക്സിലറേറ്റ് ചെയ്തിട്ടാണ് ഈ ഇലക്ട്രോൺ ബീം പുറത്തേക്ക് വരുന്നത്. സോ പർപ്പസ് എന്താണ്, വെൽഡിംഗ് ആണ്. സോ വെൽഡിംഗ് പർപ്പസിന് വേണ്ടി നമുക്ക് ഒരിക്കലും ഡൈവേർജ് ആയിട്ടുള്ള ഒരു ബീം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. സോ നമുക്ക് അത് എന്ത് ചെയ്യണം, അത് ഫോക്കസ് ചെയ്യിപ്പിക്കണം. ഫോർ അവർ പർപ്പസ് വി നീഡ് ടു ഫോക്കസ് ദ ബീം. സോ ഇലക്ട്രോണിക് ബീം ഈസ് ഫോക്കസ്ഡ് ബൈ ദി ഫോക്കസിംഗ് ലെങ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ നമ്മുടെ ആ ഇലക്ട്രോൺ ബീം എന്താണ്, ടങ്സ്റ്റൻ ഫിലമെന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ആനോഡിന്റെ പോർഷനിലൂടെ കടത്തി വിടുന്നു. അത് പോസിറ്റീവ് ആണ്. സോ ഇവർ തമ്മിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൂലം അവിടുത്തെ ഇലക്ട്രോൺസ് എന്ത് ചെയ്തു, ആക്സിലറേറ്റ് ചെയ്തു. ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഡൈവേർജ് ആയിട്ടാണ് ആനോഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. സോ നമുക്ക് ആവശ്യം വെൽഡിംഗ് ആണ്. സോ വെൽഡിംഗ് എന്ന് പറയുമ്പോൾ അത് ഫോക്കസിങ് പോർഷനിലോട്ടാണ് അത് വരേണ്ടത്. സോ എന്ത് ചെയ്യുന്നു, ആ ഫോക്കസിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോക്കസിങ് കോയിൽ കൊടുക്കുന്നു, അതായത് ഒരു ഫോക്കസ്ഡ് ആക്കുന്നു, അതായത് ഫോക്കസിംഗ് ലെങ്സ് കൊടുക്കുന്നു. When the focused electron beam strikes workpiece, the kinetic energy of this electron beam is converted into heat energy. അതായത് ഈ ഇലക്ട്രോൺ ബീം എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ആണല്ലോ. ആ കൈനറ്റിക് എനർജി ആ ഒരു സിംഗിൾ പീസിലോട്ട് ഫോക്കസ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നു. സോ ഇങ്ങനെയാണ് ആ വെൽഡിംഗ് പർപ്പസ് നടക്കുന്നത്. ഇതൊരു ക്ലോസ്ഡ് ചേംബർ ആയിട്ടുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു കാഥോഡ് എന്ന് പറയുന്ന ഒരു ഫിലമെന്റ് ടങ്സ്റ്റൻ ഫിലമെന്റ് ആണ്. ഇതാണ് നമ്മുടെ പോസിറ്റീവ് ആനോഡ്. അതുപോലെ തന്നെ അതിന്റെ ഫോക്കസിങ് കോയിലുണ്ട്, പിന്നെ ഡിഫ്ലക്ഷൻ കോയിലുണ്ട്. അത് സാധാരണ നമ്മളത് കാണിക്കാറില്ല, ഡിഫ്ലക്ഷൻ കോയിലൊന്നും. ഫോക്കസിങ് ഇത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഫോക്കസ് ചെയ്ത് നേരെ വർക്ക് പീസിലേക്ക് വരുവാണ് ചെയ്യുന്നത്. So this heat energy is used to weld the metals. This operation is carried out in vacuum, so it is possible to weld a hole
The beam are focused about 0.25 to 1 mm diameter and power density of 10 kilowatt per mm square. Aluminum material having focusing length of about 40 mm and steel about 30 mm. And the variable which are controlled in the electron beam welding are മൂന്ന് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് വോൾട്ടേജ്, പിന്നെ ഒന്ന് സ്പീഡ്, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബീം ഗൺ ടു വർക്ക് പീസ്. ആ ബീം ഗണ്ണും വർക്ക് പീസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇതിന്റെ വെൽഡിങ്ങിന്റെ ഒരു പ്രോപ്പർ രീതി അതിനെ മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുന്നത്. സോ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ്? ഹൈ ക്വാളിറ്റി വെൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് and deep welding is possible and clean and bright weld can be obtained. High speed operation can be achieved and the dimensional accuracy is good and energy loss is very less. Very small part can be welded. There is no need of using electrodes. Electrodes എന്ന് ഉദ്ദേശിക്കുന്നത് നോൺ കൺസ്യൂമബിൾ ആവണേലും കൺസ്യൂമബിൾ ആവണേലും നമ്മൾ ആർക്ക് അതുപോലെ വെൽഡിങ്ങിലാണ് നമ്മൾ ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലുള്ള വെൽഡിങ്ങിനൊന്നും ഇലക്ട്രോഡ്സിന്റെ ആവശ്യം വരുന്നില്ല. So disadvantage എന്ന് പറയുന്നത് കോസ്റ്റ് ഈസ് ഹൈ ആണ്, സ്കിൽഡ് പേഴ്സൺസ് ആർ റിക്വയർഡ് ആൻഡ് ഇറ്റ് ഈസ് ലിമിറ്റ് ടു സ്മോൾ സൈസ് വെൽഡിംഗ്. വെൽഡിംഗ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ഇൻ വാക്യൂം സീൽ ഓൺലി. ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് പ്രോസസ്. ഇതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രീസിലൊക്കെ നോക്കുവാണെങ്കിൽ വലിയ പൈപ്പ് ലൈൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഗ്യാസ് പൈപ്പ് ലൈൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അവിടുത്തെ വെൽഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് ടിഗോ മിഗോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആർക്ക് വെൽഡിംഗ് അല്ലെങ്കിൽ ഫ്യൂഷൻ വെൽഡിംഗ് ഉപയോഗിക്കാം. പക്ഷേ ഇതൊക്കെ എന്ന് പറയുന്ന ഒരു ചേംബർ സെറ്റിംഗ് വെൽഡിങ്ങുകളാണ്. അപ്പം ഈ ഇലക്ട്രോണിക് കമ്പോണൻസ് കണക്കുള്ള ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും വെൽഡിങ്ങുകളെ നമുക്ക് ഈ രീതിയിൽ ഇപ്പോൾ ലേസർ ആണെങ്കിലും ശരി ബീം ആണെങ്കിലും ശരി നമുക്ക് ആ രീതിയിൽ ക്യാരി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു വലിയ ഡിഫറൻസ് ആണ് ആർക്ക് വെൽഡിംഗ് പോലുള്ള വെൽഡിങ്ങും പിന്നെ ഈ രീതിയിലുള്ള വെൽഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം. What are the applications? Dissimilar metal can be welded. Refractory and reaching metals can be welded. It is used in aircraft. It is suitable for large scale and it used in camps. Thank you.